ഈശോയിൽ സ്നേഹം തെളിഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. സ്വർഗത്തിൻ്റെ സമാധാനമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. സ്വർഗത്തിൻ്റെ സമാധാനം, ശാന്തത, സ്നേഹം ഇതെല്ലാമാണ്. ആ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് പിശാചാണ്. അതുകൊണ്ട് കർത്താവായ ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പൈശാചിക ശക്തികൾ, തിന്മകളെല്ലാം വിട്ടുമാറിപ്പോകും. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 38-ാമത്തെ തിരുലിഖിതം, കർത്താവിന് നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്ത് വിളിച്ചു. അപ്പോൾ ഈശോയെ സ്നേഹിക്കുവാനും ആ ഈശോയെ കണ്ടെത്താൻ, ഈശോയെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ ആർത്ത് വിളിക്കും, കർത്താവേ ഞാൻ അങ്ങ് ആരാധിക്കുന്നു, ഹാലേ ലൂയ എന്ന് ഉച്ചത്തിൽ വിളിച്ച് ഹൃദയത്തിൽ നിന്ന് അവൻ കർത്താവിനെ ഏറ്റുപറയും. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും വിധത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യേകിച്ച് ഒത്തിരിയേറെ സങ്കടങ്ങൾ, വേദനയോടെ ഇരിക്കുന്ന പലരും ഉണ്ട്. പരീക്ഷ പരാജയപ്പെട്ടവർ, പരാജയപ്പെടുമെന്ന് ഭയപ്പെട്ടിരിക്കുന്നവർ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ, വിദേശത്തേക്ക് പോകാൻ പറ്റാത്തവർ, അങ്ങനെ പല വിധത്തിൽ നമ്മളെ ക്ലേശങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ കർത്താവിനെ ആർത്ത് വിളിച്ച് പ്രാർത്ഥിക്കണം. സഹനത്തിന് നടുവിൽ തീച്ചൂളയ്ക്കകത്ത് കൂടെ നടന്ന് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ തുള്ളിച്ചാടി സഹനത്തിന് നടുവിൽ കർത്താവിനെ ആർത്ത് വിളിക്കാൻ വേണ്ട കൃപ നമുക്ക് ചോദിക്കാം. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.